ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമൽ കൈയൊക്കെ കൊട്ടിക്കൊണ്ട് വന്നു അപർണ അജയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടിട്ട്. അപ്പോൾ ഇപ്പോഴാകട്ടോ എനിക്ക് നിന്നോട് ഇച്ചിരി മതിപ്പൊക്കെ തോന്നുന്നത്. ഈ അജയേട്ടന് പാലും വെള്ളത്തിൽ നീ പണി കൊടുത്തല്ലോ, എനിക്ക് സന്തോഷമായി അജയേട്ടാ, സന്തോഷമായെന്ന് അമൽ പറയാം. ഇവനാണെങ്കിൽ നാണം കെട്ട് അവിടെ നിന്നും പോയി അജയ്. അപ്പോൾ ഇപ്പം നീ അജയേട്ടനോട് പറഞ്ഞല്ലേ, അതേപോലെ തിരിച്ചൊരാളോടും പറയുന്ന ദിവസം വരും. അത് മറ്റാരോടും അല്ല, നിൻ്റെ അച്ഛൻ തമ്പിയോടാണെന്നും അന്ന് എനിക്ക് നിന്നോട് തോന്നുന്നത് മതിപ്പാവില്ല, ഇഷ്ടമായിരിക്കുമെന്ന് നമ്മുടെ അമലു പറയുക. ലവ് എന്ന് പറഞ്ഞു, പ്യാർ എന്നൊക്കെ പറയുമ്പം നമ്മുടെ അപർണയ്ക്ക് ഭയങ്കര ദേഷ്യം. ഇപ്പോൾ പ്യാർ, മുഹബത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അമൽ ഇങ്ങനെ വർണ്ണിക്കും അവിടെ നിന്ന്. ഇത് കേട്ടപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര കലിപ്പ്. അങ്ങനെ കലിപ്പിച്ച് നിൽക്കുക അപർണ, ചിരിച്ച് തുള്ളിച്ചാടി നമ്മുടെ അമൽ അവിടെ നിന്ന് അങ്ങ് പോയി. ഭയങ്കര തിരിച്ചടിയായിട്ടതേ ഇവള് നേരെ ചെല്ലുവാണ്. ഓ, നീ എന്താ ഇവിടെ കിടന്ന് ഇങ്ങനെ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും ദിവസം ഓരോരുത്തരുടെ മട്ടും ഭാവവും ഒക്കെ എന്തായിരുന്നു? സൂര്യൻ ഉദിച്ചാലേ എന്തൊക്കെയോ നേടുമെന്ന് അഹങ്കരിച്ചവരൊക്കെ മാളങ്ങളിൽ ഒളിച്ചോ എന്ന് അപർണ അമലിനോട് ചോദിച്ചു. അപ്പോൾ ഇവിടെ ആരും അഹങ്കരിച്ചിട്ടില്ല. അഹങ്കരിച്ചതും ഇപ്പോൾ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്നതും നീയാണെന്ന് പറയുമ്പം അതിനുള്ള അർഹത എനിക്ക് തന്നെയാണ്. എൻ്റെ അച്ഛനെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതല്ലേ എന്ന് അപർണ ചോദിച്ചു. സത്യവും നീതിയും ഞങ്ങളുടെ ഭാഗത്താണെന്ന് അറിഞ്ഞപ്പോൾ ജാനകിയുടെ അവതാരത്തിൽ കഴിയുന്ന വാരസ്യാർ തടി ഊരി പോകാൻ നോക്കിയതാണെന്ന കാര്യം അപർണ പറയുവാണ്. അവർക്കറിയാം കള്ളം പറഞ്ഞ് ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുള്ളത്. ജാനകി വെച്ച് നീട്ടുന്ന പണം അനുഭവിക്കാൻ യോഗമില്ലെങ്കിൽ എന്തിനവരിങ്ങനെ ഒരു കള്ളക്കളിക്ക് കൂട്ടു നിൽക്കണമെന്നും അമലിനോട് ചോദിക്കുക. ന്യൂസ് കാണാൻ കാത്തുനിന്ന് നിനക്കെന്താ മിണ്ടാട്ടം മുട്ടിപ്പോയോ എന്ന് വിളിച്ചു വെച്ചു. തമ്പി പടക്കുതിരയെ പോലെ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേടാ എന്നൊക്കെ ചോദിക്കുമ്പം അമലൊന്നും മിണ്ടുന്നില്ല. കോടതിയിൽ നിന്ന് മുട്ടുകാലിൽ നിന്ന് ഇഴഞ്ഞു വന്നതും അഡ്വക്കേറ്റ് നിരഞ്ജന ഉണ്ണിത്താനല്ലേ എന്ന് ചോദിച്ചു. എവിടെ പോയി അവരുടെ ജാടയൊക്കെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് നിന്ന് സംസാരിക്കാം. ഈ കേസിലങ്ങ് കസറി മീഡിയയിൽ പേരെടുക്കാൻ ഇറങ്ങിയ രണ്ട് സ്ത്രീ രത്നങ്ങളല്ലേ ജാനകിയും നിരഞ്ജനയും എന്നും അപർണ ചോദിച്ചു. സ്ത്രീ സമൂഹത്തിന് ഉണർവ് നൽകാൻ ദീപശിഖ കൊളുത്തി അവളുമാരിപ്പോൾ കാണാനില്ലല്ലോ എന്നും പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു അമൽ. കഷ്ടം, അതെടാ കഷ്ടമായി പോയി. പക്ഷേ എൻ്റെ കാര്യത്തിലല്ല, നിന്റെ ഏട്ടത്തിമാരുടെ കാര്യത്തിൽ. ജാനകിയും നിരഞ്ജനയും വിശ്വസിച്ച് വെച്ചത് അവരെന്തോ വലിയ സംഭവങ്ങളാണെന്നല്ലേ. കൂടെയുള്ളവരെല്ലാം അവർക്ക് സ്തുതി പാടാനും ഉണ്ടല്ലോ. അപർണയ്ക്ക് ഇവിടെയുള്ള ആരുടെയും സ്തുതിഗീതം വേണ്ട. എനിക്കറിയാം ഈ ചാട്ടമൊക്കെ എത്ര ദൂരം വരെ പോകുമെന്ന് പറയുമ്പോൾ രാധാമണി വാരസ്യാർ ജഡ്ജിൻ്റെ ചേംബറിൽ വെച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞത് കള്ളം പറയാൻ പേടിച്ചിട്ടാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അമൽ ചോദിച്ചു. അല്ലാണ്ട് പിന്നെ എന്താടാ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നിനക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പം കുറേ കാലം മാനസിക നില തെറ്റി ജീവിച്ച ഒരു സ്ത്രീയാണ് അവരിനി എന്ത് കണ്ടു പേടിക്കാനാണെന്ന് അമൽ അന്നേരം അപർണയോട് ചോദിച്ചു. ജയിലിൽ പോകുമെന്ന് കരുതിയാണോ? അതിലും വലിയ സെല്ലിലൊക്കെ അവർ കിടന്നിട്ടുണ്ട്. അവർക്ക് ഇന്നുള്ള ഏക തുണ ജാനിയേടത്തി മാത്രമാണെന്നും അമൽ അപർണയോട് പറയുക. അതോടൊപ്പം ജീവിക്കാനുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ആ സ്ത്രീക്കില്ലാന്നും പറഞ്ഞു. ജാനിയേടത്തി എന്തിന് അവരെ നിരാശപ്പെടുത്തി കളയണം? കോടതിയിൽ പ്രതികൂലമായി മൊഴി കൊടുത്തിട്ട് എങ്ങനെ അവർക്ക് ഇങ്ങോട്ട് വരാൻ തോന്നി എന്നൊക്കെ അമൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വിജയതിലകം ചൂടി നിൽക്കുന്ന അപർണ തമ്പി ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളാനും പറഞ്ഞു. അല്ലെങ്കിലേ ബുദ്ധിയില്ലാത്തവളായി പോകുമെന്നും പറഞ്ഞു. ഇവളിങ്ങനെ നോക്കുക നമ്മുടെ അമലിനെ. നീ പറഞ്ഞത് കോടതിയിൽ വെച്ച് പോലും രാധാമണി വാരസ്യാർ നിന്റെ അച്ഛനെ കണ്ടിട്ടില്ല എന്നാണ്. പിന്നെ എങ്ങനെ തമ്പിയെ കണ്ടു ഭയന്നു പോയി എന്ന് പറയാനാകും? രാധാമണി വാരസ്യാരുടെ രഹസ്യ മൊഴിയാണ് എടുത്തതെന്നും ആരും അവരെ വിസ്തരിച്ചിട്ടില്ല എന്നും എന്നിട്ടും അവർ പറഞ്ഞത് എനിക്കൊന്നും അറിയില്ല എന്ന. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിന്റെ അച്ഛനെ രക്ഷിക്കാനല്ലേ രാധാമണി വാരസ്യാർ ശ്രമിച്ചത് അല്ലേ? ജാനിയെടുത്തി ചതിക്കാനും അല്ലേ? ഞാൻ പറഞ്ഞെന്താ കറക്റ്റ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നെ ചിന്തിക്കുക, ആ ശരിയാണല്ലോ. അങ്ങനെ അതിനു മാത്രം എന്ത് കണക്ഷനാണ് ആ സ്ത്രീയും നിന്റെ അച്ഛനും തമ്മിലുള്ളത്? അങ്ങനെ ഒരു സംശയത്തിൻ്റെ ഇത് എടുത്തിട്ട് കൊടുക്കുക. നിന്റെ അച്ഛനെ നാറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അവർക്ക് ആ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മതിച്ചു കൊടുത്താൽ പോരെ. അവരതൊന്നും അല്ലല്ലോ ചെയ്തത്, ആണോ? സംതിങ് റോങ്. എന്തോ കുഴപ്പതിലില്ലേ? എവിടെയോ എന്തോ ചേരാതിരിക്കുന്നത് പോലും നിനക്ക് തോന്നുന്നില്ലേ? ഇല്ലേ? അല്ല, എനിക്കത് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നിനക്കത് വിട്ടുകളയാൻ പറ്റത്തില്ല അപർണയെന്ന് അപർണയോട് നമ്മുടെ അമല് പറഞ്ഞു. ചോദ്യം ഇതാണ്, ജാനകിയെ വഞ്ചിച്ച് രാധാമണി വാരസ്യാരെ തമ്പിയെ രക്ഷിക്കാൻ ശ്രമിച്ചത് എന്തിനു വേണ്ടിയാണെന്ന്. ദേ കിടക്കുന്നു ചട്ടിയും കലവും നിലത്ത്. ഇത്രയും നേരം പ്രസംഗിച്ച് അപർണ സൈലൻ്റായി. നല്ലതുപോലെ നീ ഒന്ന് ആലോചിക്കേ കേട്ടോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ അമൽ അവിടുന്ന് പോയി. ഇവിടെ നിന്ന് ആലോചനയും തുടങ്ങി. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രാധാമണി അമ്മ പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഞാനൊന്നും ഓർക്കുന്നില്ല എന്ന് ജഡ്ജിയോട് പറഞ്ഞു.
പിന്നീടും എനിക്കത് ഓർക്കാവുന്നതേ ഉള്ളൂ എന്ന് ആ അമ്മ പറഞ്ഞതും അപർണ ഇങ്ങനെ ചിന്തിക്കാം. ആ പോക്കെന്നിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്കാണ് പോയത്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം അവിടെ ചെന്ന് ചോദിച്ചിട്ട് ഞാൻ മാത്രമല്ല അളകാപുരിയിലുള്ള ഓരോരുത്തരും ഈ ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് അച്ഛനോട് പറയാം അപർണ. രാധാമണി വാരസ്യാരി എന്തിന് അച്ഛനെ രക്ഷിക്കാൻ ശ്രമിച്ചെന്ന് അതൊരു വലിയ ചോദ്യമല്ലേ എന്നും അപർണ ചോദിക്കുക അച്ഛനോട്. അച്ഛൻ നിന്നൊരുങ്ങാൻ തുടങ്ങി. ജാനകി അവസാന പ്രതീക്ഷയായി കണ്ട ആ സ്ത്രീയെ കോടതിയിലേക്ക് അയച്ചത് തമ്പിക്ക് പിടി വീണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ജാനകി എല്ലാ സംരക്ഷണവും അവർക്ക് ഉറപ്പും നൽകിയിരുന്നു. അവരെ സംബന്ധിച്ച് ബന്ധക്കാരോ സ്വന്തക്കാരോ ആരും തന്നെ അവർക്കില്ല. ജാനകിയെ ആശ്രയിച്ച് ജീവിക്കാമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവരവിടെ നിൽക്കുന്നത് പോലും. കള്ളം പറയാൻ പേടിച്ചിട്ട് മാത്രമാണോ അവർ കോടതിയിൽ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞത്? ഇപ്പോൾ എനിക്കും സംശയം തോന്നുന്നുണ്ടെന്ന് പറയുമ്പം കള്ളം പറയാൻ പേടിച്ചിട്ടല്ല, തമ്പിയെ ഭയന്നിട്ടാണെന്ന് തമ്പി. ജാനകിയെ കൊല്ലാൻ ശ്രമിച്ചത് ഞാനാണെന്നാണ് രാധാമണി വാരസ്യാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കള്ളം പറഞ്ഞ രാധാമണി വാരസ്യാരെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല എന്ന് മറ്റാരേക്കാളും നന്നായിട്ട് അവൾക്കറിയാം. അപ്പം ഞാനത് ചെയ്യുകയും ചെയ്യുമല്ലോ എന്ന് തമ്പി മകളോട് പറയുമ്പോൾ മകൾ ഇങ്ങനെ നോക്കും അച്ഛനെ. അമല് പറഞ്ഞതൊന്നും ഞാൻ അച്ഛനോട് പറയുന്നില്ല, അമലിന് എന്തും പറയാം. പക്ഷെ ആ സ്ത്രീ എന്നോട് പറഞ്ഞത് എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്ന് അപർണ പറയുമ്പോൾ അവളെന്താ നിന്നോട് പറഞ്ഞത്? അവരുടെ ഔദാര്യം കൊണ്ടാണ് അച്ഛൻ രക്ഷപ്പെട്ടതെന്ന്. ഈശ്വര, തമ്പി പിന്നെയും പേടിക്കുവാണ്. അതൊരു വെറും പറച്ചിലല്ല എന്നും ഒരു ഭീഷണി അവരുടെ സ്വരത്തിൽ ഉണ്ടായിരുന്നുവെന്നും അപർണ തമ്പിയോട് പറയുക. ജഡ്ജി ചോദിച്ചപ്പോൾ അവരൊന്നും ഓർക്കുന്നില്ല എന്ന് പറഞ്ഞത് ആ സമയത്ത് അങ്ങനെ പറഞ്ഞതായി കരുതിയാൽ മാത്രം മതിയെന്നാണ് അവരെന്നോട് പറഞ്ഞതെന്നും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇനിയും പറയാൻ അവർ തയ്യാറാണെന്ന് തന്നെ അല്ലേ എന്നും അപർണ അച്ഛനോട് ചോദിക്കുക. അപ്പോൾ തമ്പി ഇങ്ങനെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിട്ട് വെട്ടിച്ചുകൊണ്ട് നിൽക്കാം. അവള് തമ്പിക്കെതിരെ കള്ളക്കേസുമായിട്ട് ഒരിടത്തും വരാൻ പോണില്ല മോളെന്ന് ഈ തമ്പി പറയാം. നിന്റെ മുന്നിൽ ഒരു വില കിട്ടാൻ വേണ്ടിയാണ് രാധാമണി വാരസ്യാർ അങ്ങനെ ഒരു നമ്പർ നിന്റെ മുന്നിൽ ഇറക്കിയത്. അച്ഛൻ്റെ രക്ഷക ചമഞ്ഞാണ്. എൻ്റെ മകളിൽ നിന്നൊരു അംഗീകാരമൊക്കെ കിട്ടുമല്ലോ, നീ അതിനെ അങ്ങനെ കരുതിയാൽ മതി എന്ന് തമ്പി പറയുമ്പോൾ അപർണയ്ക്ക് മൊത്തത്തിൽ സംശയം. അച്ഛൻ കരുതുന്നത് പോലൊരു സ്ത്രീ അല്ല അവർ. എൻ്റെ സേവ പിടിച്ചു കൂടെ നിൽക്കാനൊന്നും അല്ല അവർ ശ്രമിക്കുന്നതും. ജാനകിക്ക് വേണ്ടി മരിക്കാനും തയ്യാറെടുത്ത മട്ടിലാണ് അവർ വന്നിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ എങ്കിലും മോള് ധൈര്യമായിട്ട് വിശ്വസിച്ചോ, ഞാൻ ജാനകിയെ തീർത്ത് കളയുന്നുള്ളൊരു പേടി തന്നെയാണ് അവർക്ക്. അല്ലാണ്ട് എന്നെ രക്ഷിക്കാൻ അവളെന്തിനാടി മോള് ശ്രമിക്കുന്നതെന്ന് തമ്പി അപർണയോട് ചോദിക്കുക. പണ്ട് അച്ഛനാ സ്ത്രീയെ അടുത്ത് കണ്ട പരിചയം ഉണ്ടോ എന്ന് അപർണ തമ്പിയോട് ചോദിക്കുമ്പം അത് മുമ്പ് ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതേ സൂര്യനാരായണനായിരുന്നില്ലേ. അന്ന് പിരിച്ചയച്ച ആരെയും എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷെ പിരിച്ചുവിടലിൻ്റെ പേരിൽ 1-2 കേസുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതിലൊന്ന് ഈ രാധാമണി വാരസ്യാരുടേതാണ്. അത് മനസ്സിലാക്കി വെച്ചല്ലേ അഭി അവളെ ഇറക്കിയത് എന്നൊക്കെ പറഞ്ഞ് തമ്പി ഇങ്ങനെ കിടന്ന് ഉരുളുക. അപർണയ്ക്ക് മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ രാധാമണി വാരസ്യാരെ വീട്ടിൽ വെച്ച് പറപ്പിക്കാൻ നീ സമ്മതിക്കരുത്. അവളെ അവിടെ നിന്ന് ഇറക്കണം. അവൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ എൻ്റെ കയ്യിൽ കിട്ടണം. എങ്കിൽ ഇന്നോടെ നടന്ന എല്ലാ കള്ളക്കളികളും ഞാൻ അവളെ കൊണ്ട് തത്ത പറയിപ്പിക്കുന്നത് പോലെ പറയിപ്പിക്കാമെന്ന് തമ്പി പറയാം. അത് കേട്ടപ്പോൾ അപർണയ്ക്ക് വട്ട് പിടിച്ചു തുടങ്ങി. അച്ഛാ, ആകെ കൺഫ്യൂഷനിലാണല്ലോ ഞാൻ എന്ന് അപർണ പറയുമ്പോൾ എന്നെ പേടിച്ച രാധാമണി വാരസ്യാർ കോടതിയിൽ കള്ളം പറയാതിരുന്നതാണോ നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? ആണോ എന്ന് തമ്പി മോളോട് ചോദിക്കുക. എന്നിട്ട് മോളെ ഇങ്ങനെ നോക്കുക ഓട്ടക്കണ്ണിട്ട്. അയ്യോ ബാബു എങ്ങോട്ടാ പോണേ എന്ന്. മകളാണെങ്കിൽ ആലോചനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. മകൾക്ക് എന്തൊക്കെയോ പിടി കിട്ടിയെന്ന് തമ്പിക്ക് മനസ്സിലായി. എന്നിട്ട് തമ്പി തലയും കുത്തി കിടന്ന് ശ്രമിക്കുകയാണ് മകളുടെ ശ്രദ്ധ തിരിക്കാനായിട്ട്. അപർണ എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോയി. ഈശ്വരാ, അവളെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലെങ്കിൽ ശരിയില്ല, അല്ലെങ്കിൽ ഈ തമ്പി ജീവനോട് ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് തമ്പി ഇങ്ങനെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ജാനകിയും അതുപോലെ തന്നെ നമ്മുടെ നിരഞ്ജനയും കൂടെ സംസാരിക്കുക കേട്ടോ. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് നമ്മുടെ അഭി വന്നു. നിരഞ്ജന വന്ന വിവരം അമ്മേനോട് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജാനിയടുത്തെ കാണാൻ വേണ്ടി മാത്രമായിട്ടല്ല ഇങ്ങോട്ട് വന്നത്, മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഒരു ഇതിൽ നിൽക്കുക ഇവർ. ഞാനിനി ഡിവോഴ്സിലേക്ക് നീങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ജാനകിക്ക് ഒരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ ധൃതി പിടിച്ച് അങ്ങനെ ഒരു തീരുമാനം വേണോ നിരഞ്ജനെന്ന് ചോദിച്ചു. ഒന്നുകൂടി ആലോചിച്ചിട്ട് നീ നീങ്ങിയാൽ പോരെ എന്നും അഭി ഇങ്ങനെ ചോദിക്കുന്നു. ഇത് ധൃതി പിടിച്ചൊരു നീക്കമൊന്നും അല്ലല്ലോ അഭിയേട്ടാ. കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ വിഷയം ഞാൻ പിന്നത്തേക്ക് മാറ്റി വെച്ചതാണെന്ന് അഭിയേട്ടനും അറിയാവുന്ന കാര്യമല്ലേ എന്ന് നിരഞ്ജന ചോദിച്ചു. ജാനകി അതിനൊന്നും മിണ്ടാതെ നിൽക്കുക. അപ്പം നീ ഈ വിഷയം അജയായിട്ട് സംസാരിച്ചോ എന്ന് ചോദിച്ചു. അവരുടെ അഭിപ്രായം കൂടി അറിയേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അജയോട് ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല അഭിയേട്ടാ.
ഒരു ജോയിന്റ് പെറ്റീഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും മുൻകൂട്ടി അജയെ കണ്ട് സംസാരിക്കാൻ ഒരു അഡ്വക്കേറ്റിനെയും അയക്കുന്നില്ല എന്നും ഇന്ന് തന്നെ അജയെ കൊണ്ട് ഇതിൽ സൈൻ ചെയ്യിപ്പിക്കണമെന്നും നിരഞ്ജന പറയാം. ഇനി ഞാൻ ഒരിക്കലും മാറി ചിന്തിക്കില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കൂടി വേണ്ടിയാ. അജയ് തയ്യാറല്ലെങ്കിൽ ഞാൻ കേസിന് പോകുമെന്നും പറഞ്ഞു നമ്മുടെ നിരഞ്ജന. അപ്പോൾ ഉണ്ണിത്താൻ സാറാണ് നിന്നെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചതെന്ന് എനിക്കറിയാമെന്ന് ജാനകി അന്നേരം പറഞ്ഞു. കേസിൻ്റെ കാര്യം പറഞ്ഞ് നിന്നെ അങ്ങോട്ട് വിളിപ്പിച്ചപ്പോഴേ ഞങ്ങൾ അതൊക്കെ ഊഹിച്ചതായിരുന്നു എന്നും ജാനകി നിരഞ്ജനോട് പറയുവാട്ടോ. അപ്പോൾ ഞാൻ എന്തു വേണമെന്ന് ജാനിയെടുത്തി പറയാൻ പറഞ്ഞു. അജയ്ക്കൊപ്പം ഞാൻ തുടർന്ന് ജീവിക്കണോ എന്ന് നിരഞ്ജന ജാനകിയോട് ചോദിക്കുക. ഇവർക്ക് എന്തു പറയാൻ പറ്റും? ഇവർ പെട്ട് നിൽക്കുക. ഞാൻ അതിന് തയ്യാറായാൽ പിന്നെ എനിക്ക് എന്ത് വ്യക്തിത്വം ഉണ്ടാവുക ജാനിയെടുത്തി എന്ന് നിരഞ്ജന ജാനകിയോട് ചോദിച്ചു. പരസ്പര വിശ്വാസം ഇല്ല എങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാ ഒരുമിച്ച് ജീവിക്കുന്നേ? അതിൻ്റെ ആവശ്യം എന്താണെന്നും ചോദിക്കുക. അത് കേട്ടപ്പം നീ നിന്റെ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നിനക്ക് നല്ലതെന്ന് ജാനകി അന്നേരത്തേന് നിരഞ്ജനോട് പറഞ്ഞു. പിന്നെ സ്വയം എരിഞ്ഞടങ്ങി ജീവിക്കുന്നതിനേക്കാളും നല്ലത് അന്തസ്സോടുകൂടി തന്നെ ജീവിച്ച് കാണിക്കുന്നതാണെന്നും ജാനകി നിരഞ്ജനയോട് പറയുക കേട്ടോ. ഇതൊക്കെ കേട്ട് അഭി മിണ്ടാണ്ട് നിൽക്കുവാണ്. പെൺമക്കളെ കെട്ടിച്ചുവിട്ടാൽ ബാധ്യത കഴിഞ്ഞു എന്ന് കരുതുന്ന രക്ഷിതാക്കളുടെ കാലമൊക്കെ പോയെന്നും പിന്നെ കൊള്ളരുതാത്തവൻ്റെ കൂടെ ജീവിതം ഹോമിച്ച് കളയേണ്ട കാര്യം ഒരു പെണ്ണിനും ഇല്ല എന്നും ജാനകി നിരഞ്ജനയോട് പറയുവാണ്. അതൊക്കെ കേട്ട് അഭി ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിൽക്കാം. ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് കടുത്ത അപരാധമൊന്നും അല്ലല്ലോ, ആണോ എന്നും ജാനകി നിരഞ്ജനയോട് ചോദിക്കുക കേട്ടോ. ജീവിക്കാൻ അവകാശം പെണ്ണിനുമുണ്ട്. ആരുടെ മുന്നിലും തല കുനിക്കാതെ ജീവിച്ച് കാണിക്കണമെന്നും ജാനകി നിരഞ്ജനയോട് പറയുക. ഇതൊക്കെ കേട്ട് അഭി അന്തം വിട്ടിങ്ങനെ നിൽക്കുക. നീ എന്ത് തീരുമാനം എടുത്താലും ജാനിയടുത്ത് നിന്റെ കൂടെ തന്നെ ഉണ്ടെന്നും ജാനകി നിരഞ്ജനയോട് പറഞ്ഞു. അങ്ങനെ ജാനിയടുത്ത് കൊടുത്ത ആ ഒരു ധൈര്യം അത് ഭയങ്കരമായിരുന്നു നമ്മുടെ നിരഞ്ജനയ്ക്ക്. എനിക്ക് അന്തസ്സായിട്ട് തന്നെ ജീവിക്കണം അഭിയേട്ട എന്ന് നിരഞ്ജന പറയാം. അഭിയേട്ടനും എതിർപ്പൊന്നും പറയരുതെന്നും പറഞ്ഞു. എല്ലാവരും കൂടെ വേണം എന്നുള്ളൊരാഗ്രഹമാണ് അഭിയേട്ടനുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എനിക്കതിന് കഴിയാഞ്ഞിട്ട് അഭിയേട്ട എന്ന് നിരഞ്ജന പറയുമ്പോൾ നീ എന്നും ഞങ്ങളിൽ ഒരാൾ തന്നെ ആയിരിക്കുമെന്നും അജയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചാലും അനിയത്തിയായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ നീ ഉണ്ടാകുമെന്നും നിരഞ്ജനയോട് പറയുക അഭി. അത് നീ അരികിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ അതും പറഞ്ഞിങ്ങനെ ഇവർ നിൽക്കുന്നു. അപ്പോൾ ജാനിയടുത്തേക്ക് ഒന്നും ചോദിക്കാനില്ലേന്ന് ചോദിച്ചു. എന്ത് ചോദിക്കാനാ? പക്ഷേ എനിക്കറിയാതിരിക്കാൻ ആവില്ലല്ലോ, എന്നെയല്ലേ അവർ വിഡ്ഢിയാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ അത് വിട്ടുകളയാൻ നിരഞ്ജനയോട് പറയുവാണ് നമ്മുടെ അഭി. അവരാകെ തകർന്ന നിലയിലാണ്. വല്ലതും ചോദിച്ചാൽ മറുപടി പറയാനാവാതെ അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് വരെ വരുമെന്നും അഭി ഇങ്ങനെ പറയുവാട്ടോ. ആ സമയത്ത് നമ്മുടെ നിരഞ്ജന അഭിയോട് ചെന്നിട്ട് എനിക്കറിയണം അഭിയേട്ടാ, അത് എങ്ങനെ ചോദിച്ച് മനസ്സിലാക്കണമെന്നൊക്കെ എനിക്ക് അറിയാമെന്നും നിരഞ്ജന ഇങ്ങനെ പറയുക. അതും പറഞ്ഞ് നിരഞ്ജന അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പം നിരഞ്ജന അങ്ങ് പോയപ്പോൾ അവൾ അറിയട്ടെ അഭിയേട്ടാ എന്ന് ജാനകി അഭിയോട് പറയാം. അപ്പം എന്തിനാ അമ്മ ഈ ചതി കാണിച്ചതെന്ന് ഒരാളെങ്കിലും അറിയണ്ടേന്ന് ചോദിച്ചു. അപ്പം ശരി എന്നും പറഞ്ഞ് അഭി ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം അമ്മ ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ നിരഞ്ജന അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയെന്നും പറഞ്ഞു വിളിച്ചു. അമ്മയാണെങ്കിൽ നിരഞ്ജനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ തല കുനിച്ച് ഇങ്ങനെ നിൽക്കുന്നു. മോൾ എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞു ആ അമ്മ. അപ്പം നിരഞ്ജനയ്ക്ക് ഭയങ്കര ദേഷ്യം. മോളോടാണ് ഞാൻ ഏറ്റവും വലിയ തെറ്റ് ചെയ്തതെന്നും ആ അമ്മ നിരഞ്ജനോട് പറയുക. ആർക്കും മുഖം കൊടുക്കാതെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാനും എന്നെക്കൊണ്ട് കഴിയുന്നില്ല എന്നും പറഞ്ഞു. ഇത് അമ്മയുടെ മകളുടെ വീടല്ലേ, ഇവിടെ നിന്ന് അമ്മ എങ്ങോട്ട് ഓടിപ്പോകാനാണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കുണ്ടായ നഷ്ടങ്ങളൊക്കെ ഞാൻ സഹിച്ചോളാമെന്ന് ജാനകിയോട് ഞാൻ പറഞ്ഞതാണെന്ന് ഈ അമ്മ നിരഞ്ജനോട് പറയുക. പിന്നെ അവളെ ഇനിയും ഒരു ദുരന്തത്തിലേക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നിങ്ങനെ ഈ അമ്മ പറയുമ്പോൾ നിരഞ്ജന ഇങ്ങനെ നോക്കുക കേട്ടോ. ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുമെന്നല്ലേ പറയാറെന്ന് അമ്മ ചോദിച്ചു. നമ്മളായിട്ട് അവരെ ഒരിക്കലും ഇല്ലാണ്ടാക്കാൻ കഴിയില്ല എന്ന് പറയുമ്പം അതൊക്കെ ഇരിക്കട്ടെ, ജഡ്ജിൻ്റെ മുന്നിൽ ഒന്നും അറിയില്ല എന്ന് അമ്മ മൊഴി കൊടുത്തത് എന്തിനാണെന്ന് നിരഞ്ജന അന്നേരം അമ്മയോട് ചോദിച്ചു. അമ്മ ഒന്നും മിണ്ടുന്നില്ല. തമ്പി ഉപദ്രവിക്കാൻ വരുമെന്നുള്ള ഭയം കൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടുന്നില്ല. അമ്മ ഭയന്ന് ജീവിക്കാൻ തുടങ്ങിയാൽ അതിൽ നിന്നൊരു മോചനം അമ്മയ്ക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അമ്മയ്ക്കുണ്ടായ വിധി അത് മാത്രമാണോ അത്? അമ്മയുടെ അച്ഛൻ്റെ മരണം മുതൽ ജാനിയെടുത്തിയ ഒരു തെളിവും ബാക്കി വെക്കാതെ കൊല്ലാൻ ശ്രമിച്ചതുവരെ ഈ തമ്പിയല്ലേ എന്ന് നിരഞ്ജന അന്നേരം അമ്മയോട് ചോദിക്കുവാണ്. അയാളെ മതയാനെ പോലെ തുറന്നു വിടാനാണ് അമ്മ ഇപ്പം ശ്രമിച്ചിരിക്കുന്നതെന്നും അമ്മയുടെ മൊഴിയിലൂടെ ജാനിയടത്തേക്കുണ്ടായ വധശ്രമം തമ്പി നടത്തിയതാണെന്ന് ആരോപിക്കാൻ പോലും കഴിയാതായില്ലേ എന്നും നിരഞ്ജന അമ്മയോട് ചോദിക്കുവാണ്. അമ്മയെല്ലാം സമ്മതിച്ചിരുന്നെങ്കിൽ കേസ് റീഓപ്പൺ ചെയ്യാനുള്ള ഉത്തരവ് പോലും ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. തൊട്ടു പിന്നാലെ ജാനിയടത്തേക്കുണ്ടായ വധശ്രമം തമ്പി നടത്തിയതാണെന്ന് കാണിച്ച ഒരു പരാതിയും നമുക്ക് കൊടുക്കാമായിരുന്നു. അമ്മയുടെ ഒറ്റ മൊഴിയിലൂടെ എല്ലാ സാധ്യതകളുമാണ് ഇല്ലാണ്ടായി പോയതെന്നൊക്കെ നിരഞ്ജന പറയുമ്പോൾ നമ്മുടെ അമ്മയാണെങ്കിൽ ഇതെല്ലാം കേട്ടൊന്നും മിണ്ടാതെ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. മാന്യനായി ജീവിക്കുന്ന ഒരാളെ നാണം കെടുത്താൻ ശ്രമിച്ചതാണെന്ന്, ഇനി മാനനഷ്ട കേസ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞു.
അങ്ങനെ ഒരു കേസിന് തമ്പി പോകില്ല എന്ന് അമ്മ പറയുമ്പം അമ്മയ്ക്ക് എങ്ങനെ അത് തറപ്പിച്ച് പറയാൻ കഴിയുമെന്ന് ചോദിച്ചു നിരഞ്ജന. അയാൾ പോയാൽ ഇനി ഞാൻ തിരിച്ചടിക്കുമെന്ന് അയാൾക്ക് അറിയാമെന്ന് നമ്മുടെ അമ്മ പറയാം. അത് കേട്ടപ്പോൾ നിരഞ്ജനയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയം. അമ്മ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചു അങ്ങ് ചെന്നു. അമ്മ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ഈ ഒരു കേസിന് വേണ്ടി ഞാൻ നടത്തിയ കഷ്ടപ്പാടിനോർത്തെങ്കിലും അമ്മ അതെന്നോട് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മോളോട് ഞാനത് പറയാനും മാപ്പ് ചോദിക്കാനും കാത്തിരുന്നത് തന്നെയാണെന്ന കാര്യം അമ്മ നിരഞ്ജനയോട് പറയുവാട്ടോ. ഞാനത് മോളോട് പറയാമെന്നും പറഞ്ഞു. അങ്ങനെ അമ്മ നടന്ന കാര്യങ്ങളെല്ലാം നിരഞ്ജനോട് പറയുവാണ്. അതെല്ലാം കേട്ട് നിരഞ്ജന അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ്. അയാൾ ഇവിടെ വരുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് നിരഞ്ജന അന്നേരത്തേക്ക് അമ്മയോട് പറഞ്ഞു. അപ്പം തമ്പി നേടിയെടുത്ത ജയം തന്നെയാണല്ലേ അത് എന്ന് നിരഞ്ജന ചോദിക്കുമ്പം അയാൾക്കുള്ള ശിക്ഷ ഈശ്വരൻ കൊടുക്കും മോളെ എന്ന് അമ്മ പറയുന്നു നിരഞ്ജനയോട്. ഞാൻ അയാൾക്കെതിരെ മൊഴി കൊടുത്താൽ എൻ്റെ മോളുടെ മാത്രമല്ല നിൻ്റെ ജീവനും അപകടത്തിലാകുമെന്നുള്ള കാര്യവും അമ്മ പറയുക. പിന്നെ ഈ കേസ് തീരാൻ എത്ര കാലം എടുക്കുമെന്ന് ഈ അമ്മ ചോദിച്ചു. അതിനിടയിൽ ഈ പ്രായത്തിൽ ദൈവം തന്ന എൻ്റെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോകുന്നത് എനിക്ക് കാണേണ്ടി വരുമെന്നും ആ അമ്മ പറയുവാണ്. ഇതൊക്കെ കേട്ടപ്പോൾ നിരഞ്ജനയ്ക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനൊരു ശിക്ഷ താങ്ങാൻ എനിക്ക് കഴിയില്ല മോളേന്നും ആ അമ്മ പറയുമ്പോൾ ഉണ്ടല്ലോ നിരഞ്ജന അമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ച് അമ്മയിലേക്ക് ചാഞ്ഞു കിടന്നു ഭയങ്കര കരച്ചിൽ അമ്മയോട് ക്ഷമ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.